അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് മഹാരാജ് കോളേജിൻ്റെ അടുത്താട്ടോ. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വന്നാൽ രാത്രി ഒരു 11:30 ആയിട്ടുണ്ട്. ഷർവിനോടെ നിൽപ്പുണ്ട്. ഈ കാണുന്ന ബസ് അതൊരു ടീ ഷോപ്പാണ്, മിൽമ ഓൺ വീൽസ്. അടിപൊളിയല്ലേ? നമ്മൾ പഠിക്കുന്നതൊക്കെ ഇവിടെ വന്നിട്ടല്ലേ? ഇല്ല, വന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും അത് ഓടില്ല, ആ ചേട്ടന്മാർ ഓടും. പോവാ അങ്ങോട്ട് പോവാ. അകത്ത് ഐസ്ക്രീം പാർലറാണ്. ഐസ്ക്രീം കഴിക്കാൻ മാത്രം കയറുന്ന സ്ഥലമാണ്. ഇച്ചിരി കഴിഞ്ഞിട്ടാണ് കയറാം. അത് ബ്രെഡ് ഓംലെറ്റ് ആദ്യം കഴിക്കാം, നമുക്ക് കയറാം. അടിപൊളിയാണല്ലേ? ആ ഒരു കൺസെപ്റ്റ് അടിപൊളിയുണ്ട്. കൊള്ളാല്ലേ? അതന്നെ. നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഇന്നേരം ചായ കുടിച്ചിട്ട് ഒരു ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഒന്ന് കഴിക്കാം. പെട്ടെന്നായിരുന്നു നമ്മുടെ തീരുമാനമൊക്കെ. ഞങ്ങൾ ചോറ് കഴിഞ്ഞപ്പോൾ എന്നാ പുറത്തേക്ക് ഇറങ്ങാനൊക്കെയാണെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങണം. അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ പരിപാടി തിരക്കൊക്കെ ആയിരിക്കും. സ്കൂളിൽ മിൽമയുടെ പ്രൊഡക്റ്റുകളാണ്. എന്താ പോലെ അതെന്താ? അത് ഷെയ്ക്കാണ് മോനെ. ഇതിപ്പോൾ ബ്രെഡ് ഓംലെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അടിപൊളി ഷോപ്പാണ്. അവിടെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണം. ഈ കണ്ണ ബോട്ട് ജെട്ടി കേട്ടോ, നമ്മുടെ എറണാകുളം ബോട്ട് ജെട്ടിയാണ്. അതിനോട് ചേർന്നാണ് ഈ കടയുള്ളത്. ഐസ്ക്രീം പാർലർ ഓൺ മിൽമ ഓൺ എന്താ വീലോ അങ്ങനെ എന്താ പറയുന്നത്? യെസ്, മിൽമ ഓൺ വീൽസ്. എന്തപ്പാ വന്നോ ടീച്ചറാ? എന്താണോ വാങ്ങുന്നത്? ഞാൻ പറഞ്ഞു. അത് പേടാ. അതിൻ്റെ പേട സിംഗിൾ ഉണ്ടെങ്കിൽ വാങ്ങിച്ചതാ. എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കൊണ്ടിട്ട് തിന്നൂല വാങ്ങി. ഓക്കെ, അങ്ങനെ ബ്രെഡ് ഓംലെറ്റ് വന്നു നമ്മുടെ അല്ലേ? ഞാൻ വിചാരിച്ചേ ചട്ടകം കൊണ്ട് ചട്ടകമല്ലാട്ടോ ഇത്. ഇത് പിടിച്ചിട്ടിങ്ങനെ വെക്കാം. വീട്ടിലുള്ള പാൻ കണക്കുള്ള അല്ലേ? അതെ അതെ, ഇതൊരു പ്ലേറ്റ് ആണ്. പീസ് എടുത്ത് കഴിച്ചു നോക്കിയാവേ. അതെ അപ്പൊ കട്ട് ചെയ്ത് കഴിക്കാം. അപ്പൊ ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത് അല്ലേ? ഇന്നത്തെ ഹാപ്പി ബർത്ത്ഡേ. അപ്പം അച്ഛൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഇനി ഒരു കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അവനായിട്ട്. ഇനിയിപ്പം 12 മണി ആവണ്ടേ? ഇപ്പൊ 11:45. 11:45. ഓ നൂടി എന്ത് സസ്പെൻസ് കൊടുക്കാന്ന് വിചാരിച്ചാൽ പൊട്ടി പാളിസായി പോകും. എന്ത് സസ്പെൻസ്? കൊള്ളാലേ? ഞാൻ കഴിച്ചില്ല. എന്താ വേണ്ടത്തെ? ഓ, കോഴിമുട്ട അല്ലേ? കോഴിമുട്ട കുറച്ച് ദിവസമായിട്ടേ തൈറോയ്ഡ് കൂടുതലുണ്ടോന്നുണ്ടാവും. അതൊക്കെ കൊണ്ട് കഴിക്കണ്ട. എനിക്ക് എന്നാ വേറെ വേണ്ടേ? വേറെ ഒന്നും വേണ്ട. എനിക്കൊരു ചായ കിട്ടി, അത് തൃപ്തിയായി. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാന്ന് പറഞ്ഞേ. പിന്നെ ഇടയ്ക്കല്ലേ അമ്മ ശല്യം ചെയ്യണേ അല്ലേ? ചൂടുണ്ട് ചെറുക്കൻ, അത് പറ്റുള്ള. തല മുട്ടയടിച്ചേക്കും ഞങ്ങള്. പനിയായോണ്ടേ, ജലദോഷം പനിയായിരുന്നു. അപ്പൊ ഇങ്ങനെ വെള്ളം തുമ്മലും ജലദോഷവും എല്ലായിരുന്നു. മിഞ്ഞാന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി റെഡിയാക്കിയതേ ഉള്ളൂ. എന്തെങ്കിലും അകത്തുനിന്ന് കയറി വയ്ക്കലാണ്. അപ്പോൾ ഇനിയുള്ള ഭാഗം നമ്മളൊന്ന് മ്യൂട്ട് ചെയ്യാൻ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം മുമ്പായിട്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ തന്നെ അത് കോപ്പിറൈറ്റ് അടിച്ചു. കാരണം ഈ ബസ്സിനകത്ത് ഒരു മ്യൂസിക് പ്ലേ ആവുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഷക്കീറയുടെ ആ ഒരു ഫുട്ബോളിൻ്റെ സോങ് ആയിരുന്നു.
അപ്പോൾ അത് അപ്പം തന്നെ കോപ്പറേറ്റ് അടിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗം മാത്രം ഒന്ന് മ്യൂട്ട് ചെയ്യാണ്. ഈ ബസ്സിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു ഐസ്ക്രീം പാർലറിൻ്റെ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. മിൽമയുടെ മിൽമ ഷോപ്പി ഓൺ വീൽസ് എന്നുള്ള ഒരു ബസ്സാണത്. പിന്നെ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് സിസ്ലിംഗ് ബ്രൗണി എന്നൊരു ഐറ്റമാണ്. പിന്നെ ഈ ബസ്സിൽ കയറിയതിന് ശേഷം ഷെർവിൻ ഇതിൻ്റെ എഞ്ചിനും പിന്നെ ഈ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റൊക്കെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു കേട്ടോ. ഒരുപാട് അന്വേഷിച്ചായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇവിടെ കണ്ടില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തിളയ്ക്കുന്ന സിസ്ലിംഗ് ബ്രൗണി നമ്മുടെ മുന്നിലെത്തി കേട്ടോ. ഞങ്ങൾ എന്തായാലും ആദ്യമായിട്ടാണ് ഈ ഐറ്റം കഴിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 180 റുപ്പീസാണ്. എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുന്നതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രത്യേകതയായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് നല്ല ചൂടുള്ള ഐസ്ക്രീം. അതായത് ഐസ്ക്രീം തണവാണെന്നുണ്ടെങ്കിലും ആ ഒരു ചൂടുള്ള ആ ഒരു ചോക്ലേറ്റിൽ അത് മുക്കി കഴിച്ച് കഴിയുമ്പോൾ നല്ല ചൂടുള്ള ഒരു ഐസ്ക്രീമായിട്ട് ഞങ്ങൾക്ക് തോന്നി കേട്ടോ. പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഷെർവിന് ഈ ചൂടൊന്നും പറ്റാത്തതുകൊണ്ട് ആൾ ഓരോ പീസ് എടുക്കുമ്പോഴും നന്നായിട്ട് ഊതിയാണ് കഴിച്ചിരുന്നത്. പിന്നെ എത്ര ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഇത് ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ സിസ്ലിംഗ് ബ്രൗണി വേഗത്തിൽ കംപ്ലീറ്റ് ആയിട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഏതാണ്ട് തീർന്നു, എന്നാലും ഇപ്പോൾ വടിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ എന്തായാലും ഈ സിസ്ലിംഗ് ബ്രൗണി എന്ന ഈ ഐറ്റവും പിന്നെ ഈ ഒരു മിൽമ ഷോപ്പി ഓൺ വീൽസ് എന്ന ഈ ഒരു ഷോപ്പും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ കഴിച്ചു, സിസ്ലിംഗ് ഒക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു. ഇപ്പം 12 മണി ആഴ്ചനോട് 12 മണിക്ക് 5 മിനിറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോവാണ്. നാളെയാണ് ബർത്ത്ഡേ, അതായത് 12ക്ക് ശേഷമാണ് ബർത്ത്ഡേ. എൻ്റെ 39ാമത്തെ ബർത്ത്ഡേ ആണോ. അപ്പോൾ കാണാം.